MES College of Engineering and Technology കുന്നക്കര APJ അബ്ദുൽ കലാം ടെക്നോളജിക്കൽ യൂണിവേഴ്സിറ്റിയുടെ കീഴിലുള്ള AICTE അംഗീകാരമുള്ള എറണാകുളം ജില്ലയിലെ MESന്റെ പ്രമുഖ സ്ഥാപനത്തിൽ 2024 വർഷത്തെ പ്രവേശന നടപടികൾ ആരംഭിച്ചിരിക്കുന്നു. ISO 9001:2050 അംഗീകാരമുള്ള ഈ സ്ഥാപനത്തിലെ പ്രമുഖ ബിടെക് കോഴ്സുകളായ സിവിൽ എഞ്ചിനീയറിംഗ്, മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ്, കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ്, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ആൻഡ് ഡാറ്റാ സയൻസ്, ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ എന്നീ ബ്രാഞ്ചുകളിലേക്കാണ് പ്രവേശനം. വിദ്യാർത്ഥികൾക്ക് കോളേജ് ബസ് ഉപയോഗം തികച്ചും സൗജന്യമായിരിക്കും. MES മാനേജ്മെന്റിന്റെ കീഴിലായതിനാൽ വളരെയധികം ക്യാമ്പസ് റിക്രൂട്ട്മെന്റ് നടക്കുന്നു. സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന പെൺകുട്ടികൾക്ക് ഹോസ്റ്റൽ താമസവും ഭക്ഷണം തികച്ചും സൗജന്യം. ഉയർന്ന മാർക്കുള്ള വിദ്യാർത്ഥികൾക്ക് MES സ്കോളർഷിപ്പുകൾ നൽകുന്നു. അഡ്മിഷന് വേണ്ടി ബന്ധപ്പെടേണ്ട നമ്പറുകൾ: ഫോൺ 944 77 816111 8089921675. ഇടക്കൊച്ചി സർവീസ് സഹകരണ ബാങ്കിന്റെ നേതൃത്വത്തിൽ വിദ്യാഭ്യാസ അവാർഡുകൾ വിതരണം ചെയ്തു. ഇടക്കൊച്ചി സർവീസ് സഹകരണ ബാങ്കിന്റെ ആഭിമുഖ്യത്തിൽ 2024 വർഷത്തെ വിദ്യാഭ്യാസ അവാർഡിന്റെ വിതരണോദ്ഘാടനം ഫോർട്ട് കൊച്ചി സബ് കളക്ടർ കെ മീര നിർവഹിച്ചു. ഈ ഒരു കാര്യം ആലോചിക്കുക, നമ്മൾ തോൽവിനെ ഒരിക്കലും പേടിക്കരുത് എന്നാണ് എനിക്ക് പറയാനുള്ളത്. പിന്നെ എനിക്ക് ചെറിയൊരു കാര്യം കൂടെ പറയാനുണ്ട്. ഞാൻ ഇവിടെ വന്നിരുന്ന ഫോട്ടോ കണ്ടപ്പോൾ എനിക്ക് ഓർത്തതാണ്, ഇപ്പോൾ ഇന്ന് നമ്മുടെ കേരളത്തിൽ പ്രത്യേകിച്ചുള്ളൊരു ടെൻഡൻസി എന്ന് പറയുന്നത് കുട്ടികളെല്ലാവരും നന്നായിട്ട് പഠിക്കും, 10th-ലും പ്ലസ് ടുവിനൊക്കെ നല്ല മാർക്ക് വാങ്ങും, പിന്നെ പുറത്തേക്ക് പോവുക. അത് എന്തിനാണ് പോകുന്നതെന്നറിയില്ല. കാനഡ, UK, US, ജർമ്മനി, അങ്ങനെ ഒരു മൈഗ്രേഷൻ ടെൻഡൻസി ഇപ്പോൾ ഭയങ്കരമായിട്ട് കൂടി വരുവാണ്. നമുക്കിപ്പോൾ എറണാകുളത്ത് കൂടെ പോയാൽ തന്നെ അറിയാം, എല്ലാ സ്ഥലത്തും വിസ അടിക്കാനും സ്റ്റുഡൻറ്റ് വിസ, ജർമ്മൻ ക്ലാസ്സസ്, ഫ്രഞ്ച് ക്ലാസ്സസ്, ഇതൊക്കെ നമുക്ക് എല്ലായിടത്തും കാണാം. എല്ലാം ഒരു മൈഗ്രേഷൻ, കേരളം അല്ലെങ്കിൽ നാട് വിട്ട് പുറത്തേക്ക് പറഞ്ഞു വിടാനുള്ളൊരു ടെൻഡൻസിയാണ് ഇപ്പോൾ ഉള്ളത്. അപ്പം ഞാൻ ആലോചിച്ചു, നമ്മൾ പോകണം, നമ്മളിരിക്കുന്ന സ്ഥലത്ത്, നിങ്ങളെല്ലാവരും ഈ നാട്ടുകാരായിരിക്കും. ഇപ്പം ഗാന്ധിജിയെ ഗാന്ധിജി ആക്കിയത് ഇന്ത്യയല്ല, സൗത്ത് ആഫ്രിക്കയിൽ പോയി. ബാങ്ക് പ്രസിഡന്റ് ജോൺ റിബല്ലോ അധ്യക്ഷത വഹിച്ചു. SSLC +2 പരീക്ഷകളിൽ A+, A1 ഗ്രേഡ് കരസ്ഥമാക്കിയ അംഗങ്ങളുടെ കുട്ടികൾക്കും ഇടക്കൊച്ചി ഗവൺമെന്റ് ഹൈസ്കൂളിൽ നിന്നും ഫുൾ A+ കരസ്ഥമാക്കിയ കുട്ടികൾക്കും ഡിഗ്രി PG 3ാം റാങ്ക് വരെ കരസ്ഥമാക്കിയ വിദ്യാർത്ഥികൾക്കും MBBS BDS CA കരസ്ഥമാക്കിയവർക്കും ക്യാഷ് അവാർഡും ട്രോഫിയും നൽകി ആദരിച്ചു. കൗൺസിലർമാരായ ജീജ ടെൻസൺ, അഭിലാഷ് തോപ്പിൽ, ബാങ്ക് ഡയറക്ടർമാരായ PD സുരേഷ്, KM മനോഹരൻ, TR ജോസഫ്, ജസ്റ്റിൻ കവലക്കൽ, അഗസ്റ്റിൻ ജോസഫ്, അഡ്വക്കേറ്റ് ശ്യാം KP, MK നരേന്ദ്രൻ, കർമിലി ആന്റണി, മഞ്ജുള നടരാജൻ, ബാങ്ക് സെക്രട്ടറി PJ ഫ്രാൻസിസ് എന്നിവർ പ്രസംഗിച്ചു. ഇതെല്ലാം നിങ്ങൾക്കറിയാവുന്നതുപോലെ ഇടക്കൊച്ചി സർവീസ് സഹകരണ ബാങ്കിൻ്റെ കുട്ടികൾക്കുള്ളൊരു അവാർഡാണ്. അതവരെ പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടിയാണ്. അതോടൊപ്പം തന്നെ അവരുടെ മാതാപിതാക്കന്മാർക്കൊരു അംഗീകാരം കൂടെ കൊടുക്കുകയാണ്. കാരണം ഈ കുട്ടികളെ ആ രീതിയിൽ ആക്കിയെടുക്കുവാനായിട്ട്, ആ രീതിയിൽ പഠിപ്പിച്ചെടുക്കുവാനായിട്ട് മാതാപിതാക്കൾ വളരെ ബുദ്ധിമുട്ടിയിട്ടുണ്ട് എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. അതുപോലെ തന്നെ നമ്മുടെ പ്രിയപ്പെട്ട വിദ്യാർത്ഥികൾ അവരുടെ പരിശ്രമഫലം വളരെയേറെ ഇതിൽ പ്രധാനപ്പെട്ടൊരു ഘടകമാണ്. കാരണം എത്രയോ കുട്ടികൾ പഠിച്ചു കഴിഞ്ഞിട്ടാണ് അവരിൽ നിന്ന് ഇങ്ങനെയുള്ള ഫുൾ A+ എല്ലാം വാങ്ങിയിട്ടുള്ളതും ഡിഗ്രി വാങ്ങിയിട്ടുള്ള കുട്ടികൾ. നമ്മളിപ്പോൾ അവാർഡ് കൊടുക്കുന്ന കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവർ വളരെ പ്രയത്നിച്ചിട്ടാണ്. അല്ലെങ്കിൽ ഈ പ്രിയപ്പെട്ട കുട്ടികളോട് പറയാനുള്ളത്, ഇത് നിങ്ങളോട് പഠനം, അത് ഇതുപോലെ തന്നെ നിങ്ങൾ മറ്റുള്ള കാര്യങ്ങളെല്ലാം മാറ്റിവെച്ചുകൊണ്ട് വിദ്യാഭ്യാസ കാലഘട്ടത്തിൽ നിങ്ങൾ വളരെയേറെ. ന്യൂസ് ബ്യൂറോ, പള്ളുരുത്തി.